ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു വേ ഓഫ് കുക്കിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആവോലി മീൻ വാഴയിലയിൽ പൊള്ളിക്കുന്നതാണ്. നല്ല മസാലയൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് വാഴയിലയിൽ എങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം മീനിൽ പുരട്ടാനുള്ള മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. മീൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ മീനിലേക്ക് നന്നായിട്ട് മസാല ഫുള്ള് പുരട്ടി കൊടുത്തതിന് ശേഷം അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് മീൻ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ക്രിസ്പിയാക്കി മൂപ്പിച്ച് കളയണ്ട. ചെറുതായി അപ്പുറം ഇപ്പുറം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് മസാലയും കൂടി ചെയ്യാം. എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1 പിടിയോളം ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. ചെറിയ ഉള്ളി ആകുമ്പോൾ നല്ല മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വാട്ടിയെടുത്ത വാഴയിലയിൽ നമുക്ക് കുറച്ച് മസാല വെച്ചൊന്ന് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുക്കാം. മീൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ മസാല കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. വാഴയില മടക്കി
രണ്ട് സൈഡും വാഴനാര് കൊണ്ട് തന്നെ കെട്ടിയെടുക്കാം. ഇനി ഇത് പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ പൊതിഞ്ഞ് വെച്ചേക്കുന്ന മീൻ അതിൻ്റെ മുകളിൽ വെച്ച് 5 മിനിറ്റ് അപ്പുറവും ഇപ്പുറവും ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറുതായി പൊള്ളിച്ചെടുക്കാം. ആവോലി പൊള്ളിച്ചത് റെഡിയായി. നല്ല മസാലയൊക്കെ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന ആവോലി പൊള്ളിച്ചതാണ്. ഇത് നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.